രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് കയറിയപ്പോൾ ഇന്നിനി എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്നുള്ള എല്ലാവരുടെയും പ്രശ്നമുണ്ടല്ലേ. ദോശ, ഇഡലി, ചപ്പാത്തി ഇതെല്ലാം തിന്ന് സത്യം പറഞ്ഞാൽ ആട്ടിയ മാവും ഒക്കെ തീർന്നു കേട്ടോ. കുറച്ച് ഗോതമ്പ് മാവ് മാത്രമേ ഉള്ളൂ. ഗോതമ്പ് മാവിൽ എന്നും എന്തോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. അതിന് വേറെ ഒന്നുമല്ല എടുക്കാൻ. ഇത് കുറച്ച് റേഷൻ അരിയാണ്, ഒരു നാഴിയോളം റേഷൻ അരി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റേഷൻ അരി ഒന്ന് നല്ലവണ്ണം ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. ഞാനൊന്ന് വറക്കുവാണേ. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം അരി പൊട്ടി ഒന്ന് കിട്ടുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ഓക്കെ, ഒന്ന് വറുത്തെടുക്കട്ടെ. വറക്കുമ്പോൾ അരിയെല്ലാം ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്, കണ്ടോ? ഒരുപോലെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് വറക്കണം, കാരണം എല്ലാം മൊരിഞ്ഞ് വന്നിട്ടില്ല. ഇതെല്ലാം ഒന്ന് മൊരിയട്ടെ. എല്ലാം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ 2 എടുത്ത് വായിലിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ലവണ്ണം പൊടിയും. ചവച്ച് നോക്കുമ്പോൾ നല്ലവണ്ണം പൊടിയും. അപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ ഞാനിനി ഒന്ന് തണുക്കാനായിട്ടൊന്നൊരു പാത്രത്തിൽ തട്ടി വെക്കട്ടെ. ഈ വറുത്ത് വെച്ച അരി നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കട്ടെ നല്ലതായിട്ട്. നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കടുക് വറുക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ കടുകും മുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അത്, ഇഞ്ചിയോ നട്ട്സ് ഉണ്ടെങ്കിൽ അതോ അതൊക്കെ ഇട്ടൊന്ന് കടുക് വറുത്തിട്ട് ഈ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി അങ്ങോട്ടൊന്ന് തട്ടാവേ. എൻ്റെ കയ്യിൽ 2-3 കാഷ്യൂ നട്ട്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതും കൂടെ ഞാനൊന്നിട്ട് കടുക് വറുത്തെടുത്ത് ഇതും കൂടെ ഒന്ന് ഇടാൻ പോവുകയാണേ. കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുവന്ന് വരുമ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ മാവ് അതിലോട്ടെടുത്ത് തട്ടണേ. എന്നിട്ട് ഇതൊന്ന് അല്പം ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കട്ടെ. ഇതൊന്ന് ചൂടാവട്ടെ. ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അരമുറി തേങ്ങ ഒന്ന് തിരികെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നല്ലവണ്ണം ഒന്ന് ഞെരടിയിട്ട് നല്ലവണ്ണം ഞെരടിയിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ തേങ്ങ പാലും കൊത്തും എല്ലാം കൂടെ തന്നെ നമ്മൾ ഈ അടുപ്പിലിട്ടിരുന്ന ആ ചീനിച്ചട്ടിയിലോട്ടൊന്ന് ഒഴിക്കുവാണേ. ആ തേങ്ങയും കൊത്തും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചിടാം. അതൊന്ന് കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, അടിപൊളി ഉപ്പുമാവ്, നല്ല ഫൈനായിട്ടുള്ള ഉപ്പുമാവ്, നല്ല കണ്ടോ, നല്ല ചൂടുണ്ട്. നല്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റാവേ. അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ഉപ്പുമാവ്. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള റേഷൻ അരി മാത്രം കൊണ്ട് ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പഴമോ പഞ്ചസാരയോ എന്ത് കൂട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.